ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 10. പ്രകൃതിയുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടികളെയും ആകാശമണ്ഡലങ്ങളെയും നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു സർവജ്ഞാനിയുടെ സർവശക്തിയുള്ള കരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാതെ ദാവീദ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. സങ്കീർത്തനം 19 ഒന്നാമത്തെ വാക്യവും 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും തുടർന്ന് 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ നിസ്തുല്യമായ ഒരു മാഹാത്മ്യമാണ് ആ ഭാഗത്ത് വിവരിച്ച് കാണുന്നത്. രത്നച്ചുരുക്കത്തിൽ നോക്കിയാൽ ദൈവവചനത്തിൻ്റെ പര്യായങ്ങളായ അത് ന്യായപ്രമാണത്തെയും സാക്ഷ്യത്തെയും ആജ്ഞയെയും കൽപ്പനയും കൂടാതെ ഭക്തി, വിധി എന്നിങ്ങനെ 6 പദങ്ങൾ അവിടെ ഉപയോഗിച്ച് നമ്മോട് പറയുകയാണ്. ദൈവവചനം പ്രാണനെ തണുപ്പിക്കുന്നു എന്നും അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്നുള്ളതും, അതുപോലെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും, അവ മാത്രമല്ല ഇതെന്നേക്കും നിലനിൽക്കുന്നു എന്നും ആ വചനത്തെക്കുറിച്ച് പറയുന്നു. അത് നീതിയുള്ളതാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. മാത്രമല്ല വചനം അത് സമ്പൂർണ്ണമാണെന്നും വിശ്വാസ്യമാണെന്നും നേരുള്ളതാണെന്നും നിർമ്മലമാണെന്നും സത്യമാണെന്നും വിശദീകരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കിങ്ങനെയാണ് വേദപുസ്തകം നൽകുന്നത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 1-ാം അധ്യായത്തിലെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആകാശവിധാനത്തിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, കൃത്യമായി സമയം കാണിക്കാൻ തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാച്ച് കണ്ടാൽ ആരും അത് സ്വയമായി ഉണ്ടായി വന്നതാണെന്ന് പറയുകയില്ലല്ലോ. എന്നാൽ പിന്നെ പ്രപഞ്ചവും അവയിലുള്ള താരസമൂഹങ്ങളും സ്വയമേവ ഉളവായി വന്നതാണെന്നുള്ള പരിണാമവാദികളുടെ യുക്തിരഹിതമായ വാദം ഒരിക്കലും ബുദ്ധിയുള്ളവർ അംഗീകരിക്കുകയില്ല. അനന്തവിസ്തൃതമായ ആകാശവിധാനത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന താരസമൂഹങ്ങളാണ് ഗാലക്സികൾ. പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഗാലക്സിയിലും 2 ലക്ഷം കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ട്. സൗരയൂഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. പക്ഷേ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം 14,88,00,000 കിലോമീറ്ററാണ്. നോക്കൂ, വെള്ളം തിളയ്ക്കുവാൻ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് മതിയാകും. പക്ഷേ സൂര്യനിലെ ചൂട് അത് ഊഹാതീതമാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി മുഴുവനും കേവലം ഒരു മരുഭൂമിയായി തീരുമായിരുന്നു. അതുപോലെ നേരെ മറിച്ച് അകലം വർദ്ധിച്ചിരുന്നുവെങ്കിൽ മഞ്ഞുറഞ്ഞ് വാസയോഗ്യമല്ലാതായി തീരുമായിരുന്നു. സർവജ്ഞാനിയായ ദൈവം കൃത്യമായ അകലത്തിലാണ് സൂര്യനെയും ഭൂമിയെയും ആകാശവിധാനത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഭൂമിയിൽ പ്രാണവായുവിൻ്റെ സാന്നിധ്യവും ഉപയോഗപ്രദമായ ജലവും സുലഭമായി ലഭിക്കുന്നതിനാൽ സൗരയൂഥത്തിൽ ജനവാസ ഉള്ള ഒരു ഗ്രഹമായി ഭൂമി നിലനിൽക്കുന്നു. കോടാനുകോടി ഗാലക്സികൾ അടങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങൾ ഇവ മണിക്കൂറിൽ 4 ലക്ഷത്തിലധികം മൈൽ വേഗത്തിൽ അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും യാതൊരു നക്ഷത്രവും അന്യോന്യം കൂട്ടിയിടിച്ച് തകർന്നു പോകുന്നില്ല. കാരണം ഇതിനെല്ലാം ഒരു നിയന്ത്രിതാവുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ പ്രകൃതിയുടെ സാക്ഷ്യത്തെ കൂടാതെ തിരുവെഴുത്തോടെ സാക്ഷ്യവും ദൈവാസ്തികത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മനുഷ്യബുദ്ധിക്കും പ്രകൃതിക്കും പുറമെ തിരുവെഴുത്തുകളും ദൈവാസ്തികത്തിന് സാക്ഷ്യം നൽകുന്നു. ഉൽപ്പത്തി 1:1, യെശയ്യാവ് 11:9, റോമർ 1:20 കൂടി